ഹായ് എവരി വൺ, സുഖമെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ പാത്വേ സീരീസിൻ്റെ ഒന്നാമത്തെ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് മുന്നോടിയായി CMUSയുടെ ഒരു കോഴ്സ് സ്ട്രക്ചറും പിന്നെ കോഴ്സ് ബേസിക്സിൻ്റെ ഒന്നാമത്തെ സെക്ഷൻസും കംപ്ലീറ്റ് ആയി. അതിൻ്റെ കണ്ടിന്യൂസ് സീരീസാണ് ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ സീരീസ് കാണുന്നതിന് മുമ്പ് ഒന്നാമത്തെ സീരീസ് കാണാൻ ബാക്കിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കണ്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. എന്നാലേ നിങ്ങൾക്ക് ഏത് ഒരു കണ്ടിന്യൂസ് ഉണ്ടാവത്തുള്ളൂ, കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളന്ന് പറഞ്ഞതിൻ്റെ ബാക്കി കോസ്റ്റ് ബേസിക്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കുറച്ചൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ലാസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലാസിഫിക്കേഷൻ ബൈ ബിഹേവിയർ ആണ് നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ? ബിഹേവിയർ, അതായത് സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കേട്ടോ. നമ്മളൊക്കെ ഏത് സ്വഭാവക്കാരാന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുമല്ലോ അല്ലേ. കുറച്ചൊക്കെ നമ്മളെയും കുറച്ചൊക്കെ നാട്ടുകാരെയും കുറച്ചൊക്കെ എന്ത് ചെയ്യും, കുടുംബക്കാരെയും. അതുപോലെ കോസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം, സ്വഭാവത്തിനനുസരിച്ച് ബിഹേവിയർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. കോസ്റ്റിനെ നമ്മൾ ബിഹേവിയർ അനുസരിച്ച് മൂന്ന് രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആണ്, രണ്ടാമത് വേരിയബിൾ കോസ്റ്റ്, മൂന്നാമത് മിക്സഡ് കോസ്റ്റ്. നമ്മൾ കോസ്റ്റിനെ സ്വഭാവം അനുസരിച്ചിട്ട്, ആ കോസ്റ്റിൻ്റെ പെരുമാറ്റം എങ്ങനെയാണോ, സ്വഭാവം എങ്ങനെയാണോ, ആ സ്വഭാവം അനുസരിച്ച് മൂന്ന് രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, അതുപോലെ തന്നെ മിക്സഡ് കോസ്റ്റ്. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രണ്ട് കാര്യമാണ് ഫിക്സഡും വേരിയബിളും എന്ന് പറയുന്നത്. റെഡി അല്ലേ? മിക്സഡ് ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, പക്ഷെ അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഫിക്സഡും വേരിയബിളും എന്നുള്ളത്. അപ്പോൾ മക്കളെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ശ്രദ്ധിക്കണേ നിങ്ങൾ. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, അതുപോലെ മിക്സഡ് കോസ്റ്റ്. നമുക്ക് ഏത് തുടങ്ങാം? ഫിക്സഡും വേരിയബിളും തുടങ്ങാം. മിക്സഡ് അവിടെ വെക്ക്, ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എന്തായിരിക്കും ഫിക്സഡ് കോസ്റ്റ്, എന്തായിരിക്കും വേരിയബിൾ കോസ്റ്റ്? നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തായിരിക്കും ഈ സാർ പറയുന്ന ഫിക്സഡ് കോസ്റ്റ്, എന്തായിരിക്കും വേരിയബിൾ? നിങ്ങളുടേതായ രീതിയിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും എന്നുള്ളത്. റെഡി. സോ അപ്പം നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് ആ പേരുള്ളത് പോലെ തന്നെ കോസ്റ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും അല്ലേ. കോസ്റ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതോ ആ പേരിലുള്ള പോലെ തന്നെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. മിക്സഡ് എന്തായിരിക്കും? മിക്സഡിലേക്ക് കൂടുതൽ കുറച്ച് കഴിഞ്ഞ് കിടക്കാം. മിക്സഡ് എന്തായിരിക്കും? മിക്സഡ്. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടെന്ന് അർത്ഥം? ഫിക്സഡും ഉണ്ടാവും, അതോടൊപ്പം ആരും ഉണ്ടാവും, വേരിയബിളും ഉണ്ടാവും. അപ്പോൾ എന്താ ഈ ഫിക്സഡ്, എന്താ ഈ വേരിയബിൾ? ഒന്ന് മാറിക്കൊണ്ടിരിക്കും, ഒന്നും മാറൂല, ഒന്നിലാണെങ്കിൽ രണ്ടും ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലോ. ശ്രദ്ധിക്കണേ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടൽ ഏതാണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ പറഞ്ഞേ? വേരിയബിൾ കോസ്റ്റിൻ്റെ ആര് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. VC എന്ന വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പറയുമ്പോൾ TVC എന്ന് പറയും. റെഡി അല്ലേ? സോ TVCനെ കുറിച്ച് എന്താ പറഞ്ഞത്? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവും? അതിൻ്റെ സ്വഭാവം എങ്ങനെയാ? ടോട്ടൽ വേരിയബിൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവുന്നതാണ്, ഹാൻഡ് റൈറ്റിംഗ് നീറ്റാക്കി തരുന്ന പരിപാടിയാണ് പുതിയ ഐപാഡിൻ്റെ. റെഡി അല്ലേ? അതിൻ്റെ ഭാഗമായിട്ടാണ് TVC എന്തായത്, ഈ കോളത്തിന് മാറിയത്. പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് സൂപ്പർ ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നതാണ്, ശരിയാക്കി തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നാ ഒന്ന് വായിക്കട്ടെ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവും എന്ന് പറഞ്ഞേ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവും എന്ന് പറഞ്ഞേ,
വേരി ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ടേം ശ്രദ്ധിക്കണേ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഒന്നിൻ്റെ പറയുന്നതല്ലേ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ആക്ടിവിറ്റി മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേഞ്ച് ആവുന്നത്? ആക്ടിവിറ്റി മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്തായിക്കൊണ്ടേയിരിക്കും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് നോക്കാം. ശ്രദ്ധിക്കണേ നിങ്ങൾ. വേരിയബിൾ കോസ്റ്റ്. റെഡി? വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. നിങ്ങളൊരു ഷോപ്പിൽ പോയി നിങ്ങളൊരു ചോക്ലേറ്റ് വാങ്ങുന്നുണ്ട്. ഒരു 10ൻ്റെ ചോക്ലേറ്റ്, ഒരു ഡയറി മിൽക്ക് വാങ്ങുന്നുണ്ട്. നിങ്ങൾ $10 വേണ്ട, 10 റുപ്പീസിൻ്റെ ഡോളറാണ് യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി തലക്കാലത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് പറയാം, റുപ്പീസ് പറയാം. നിങ്ങൾ ഷോപ്പിൽ പോയി ഒരു 10ൻ്റെ ഡയറി മിൽക്ക് വാങ്ങാൻ എന്തുണ്ട്? പ്ലാൻ ഉണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒരു ഡയറി മിൽക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ എത്ര പൈസ ടോട്ടൽ കൊടുക്കേണ്ടി വരും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര പൈസ കൊടുക്കേണ്ടി വരും? 10 കൊടുക്കേണ്ടി വരുക അല്ലേ? ഇത് യൂണിറ്റ്. ഒരു യൂണിറ്റാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ എത്ര ടോട്ടൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരും? 10 അല്ലേ? ശ്രദ്ധിക്കണേ. നിങ്ങൾ 2 ഡയറി മിൽക്കാണ് വാങ്ങുന്നതെങ്കിലോ എത്ര കൊടുക്കേണ്ടി വരും? 20 കൊടുക്കേണ്ടി വരും. നിങ്ങൾ 3 വാങ്ങുന്നതെങ്കിലോ ഒന്നിന് 10 വെച്ച് എത്ര കൊടുക്കണം? 3 വാങ്ങുന്നെങ്കിൽ ഓരോന്നിന് 10 വെച്ച് എത്ര കൊടുക്കേണ്ടി വരും? 30 കൊടുക്കേണ്ടി വരും. 4 വാങ്ങുന്നെങ്കിലോ 40. 5 വാങ്ങുന്നെങ്കിലോ 50. 10 വാങ്ങുന്നെങ്കിലോ എത്ര കൊടുക്കേണ്ടി വരും? 100 കൊടുക്കേണ്ടി വരും. 100 വാങ്ങുന്നുണ്ടെങ്കിലോ ഓരോന്നിനും 10 വെച്ച് എത്ര കൊടുക്കേണ്ടി വരും? 1000 ഉറുപ്പ്യ അല്ലെങ്കിൽ $1000 നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, വൃത്തിക്ക് ശ്രദ്ധിക്കണേ. ഒരു യൂണിറ്റ് വാങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് കോസ്റ്റ് വന്നത്? 10 അല്ലേ? 2 വാങ്ങിയ സമയത്തോ 20. 3 വാങ്ങിയ സമയത്തോ 30. 4 40, 5 50, 10 100, 100 എത്രയായി? 1000. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്നാ, നിങ്ങളിവിടെ യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്താവുന്നുണ്ട്? മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതല്ലേ ഞാൻ ഇപ്പുറം പറഞ്ഞേ? എന്താ പറഞ്ഞേ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ സ്വഭാവം എങ്ങനെയാ? എന്തെങ്കിലും സ്വഭാവം പറ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്തായിക്കൊണ്ടേയിരിക്കും? വേരി ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ആരടിസ്ഥാനത്തിൽ? ആക്ടിവിറ്റി. എന്ത് ഈ ആക്ടിവിറ്റി? മേ ബി പർച്ചേസ് ആവാം, മേ ബി ഹവേഴ്സ് ആവാം, മേ ബി സെയിൽസ് ആവാം, മേ ബി പ്രൊഡക്ഷൻ ആവാം, എന്തോ ആവാം. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി എന്നുള്ള സാധനം ഇവിടെ എന്തായിരുന്നു? ആക്ടിവിറ്റി ഡയറി മിൽക്ക് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പർച്ചേസ് എന്നൊരു ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താകുന്നുണ്ട്? മാറിക്കൊണ്ടേയിരിക്കുന്നില്ലേ? വേരി ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇങ്ങനെയാണ് ആരുടെ സ്വഭാവം ഉണ്ടാവുക? വേരിയബിൾ കോസ്റ്റിൻ്റെ സ്വഭാവം ഉണ്ടാവുക. വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞേ. ഒരു സ്വഭാവം എന്നാൽ ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച്. 2 ഫീച്ചറാണ്. റെഡി അല്ലേ? എന്താണ് ഒരു ഫീച്ചർ എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു സ്വഭാവം എന്താ പറഞ്ഞത്? ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്തായിക്കൊണ്ടേയിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ ആക്ടിവിറ്റി ഇതാ മാറുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റ് എന്താവുന്നുണ്ട്? മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതിൻ്റെ സ്വഭാവം? വേരിയബിൾ അല്ല, വേരി ചെയ്യുന്നുണ്ട്. ഏത് മാറുമോ? ആക്ടിവിറ്റി മാറുമോ? പക്ഷെ എൻ്റെ ചോദ്യം ഇതാണേ, നിങ്ങൾ ഒന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു ഡയറി മിൽക്കിൻ്റെ പൈസ എത്രയായിരിക്കും? ഒരു ഡയറി മിൽക്കിൻ്റെ പൈസ പറ. ഒരു ഡയറി മിൽക്കിൻ്റെ പൈസ എത്രയായിരിക്കും? പറഞ്ഞേ. ഒരു ഡയറി മിൽക്കിൻ്റെ പൈസ ഒന്നാ വാങ്ങുന്നെങ്കിൽ എത്ര തന്നെയാണ്? 10 അല്ലേ? സംശയമുണ്ടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 വാങ്ങുന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര കൊടുക്കണം? 20 കൊടുക്കണം. ശരി തന്നെയാണ്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, 2 വാങ്ങുന്നെങ്കിൽ പോലും ഒന്നിൻ്റെ പൈസ എത്ര തന്നെയാണ്? 10 തന്നെയല്ലേ? മാറ്റമുണ്ടോ? നിങ്ങൾ 3 വാങ്ങുന്നുണ്ടെങ്കിൽ പോലും 3 ഡയറി മിൽക്കാ വാങ്ങുന്നെങ്കിൽ ടോട്ടൽ എത്ര കൊടുക്കണം? 30. എന്നാലും ഒന്നിൻ്റെ പൈസ എത്ര തന്നെയാണ്? 10 അല്ലേ? സംശയമുണ്ടോ? നിങ്ങൾ 4 ഡയറി മിൽക്കാ വാങ്ങുന്നെങ്കിൽ 40 ടോട്ടൽ കൊടുക്കണം. എന്ന് വെച്ചാൽ ഒന്നിൻ്റെ പൈസ എത്ര തന്നെയാണ്? 10 അല്ലേ? മാറ്റമുണ്ടോ? ഇല്ല. അതുപോലെ 5 വാങ്ങുന്നെങ്കിൽ ടോട്ടൽ എത്ര കൊടുക്കണം? 50 കൊടുക്കണം. പക്ഷെ ഒന്നിൻ്റെ എത്ര തന്നെ മക്കളെ? 10 തന്നെയല്ലേ? മാറ്റുണ്ടോ?
അല്ലെ 10ൻ്റെ ഡയറി മിൽക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്നിന് എത്രയാണ് മക്കളെ പൈസ? 10 തന്നെ അല്ലേ? നിങ്ങൾ 10 വാങ്ങുന്നെങ്കിൽ 100 രൂപ ടോട്ടൽ കൊടുക്കണം. പക്ഷെ ഒന്നിന് ഡയറി മിൽക്കിൻ്റെ പൈസ എത്ര തന്നെയാണ്? 10 തന്നെ അല്ലേ? അതുപോലെ 100 വാങ്ങുന്നതെങ്കിൽ ടോട്ടൽ എത്ര കൊടുക്കണം? 1000 കൊടുക്കണം. പക്ഷെ ഒന്നിൻ്റെ പൈസ എത്ര തന്നെയാ? പറ, എത്ര തന്നെയാ? 10 തന്നെയല്ലേ? സോറി, റെഡി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ എന്താ മനസ്സിലായത്? നോക്കിയേ നിങ്ങൾ. ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവുന്നുണ്ട്? മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ്, അതെന്താ സാറേ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ്? ഒന്നിൻ്റെ വേരിയബിൾ കോസ്റ്റ്, ഒന്നിൻ്റെ കോസ്റ്റ് ഉണ്ടാവില്ല, അത് ഒരു പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്താവുന്നില്ല, മാറുന്നുണ്ടാ, വേരി ചെയ്യുന്നുണ്ടാ. നിങ്ങൾ 100 വാങ്ങുമ്പം ഒന്നിൻ്റെ വില 10, 5 വാങ്ങുമ്പം ഒന്നിൻ്റെ വില 10, 1 വാങ്ങുമ്പോൾ ഒന്നിൻ്റെ വില എത്രയാണ്? 10 തന്നെയാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? വി സി പെർ യൂണിറ്റ്. ഇതെന്താണ്? വി സി പെർ യൂണിറ്റ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായേ? നോക്കണേ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ സ്വഭാവം എങ്ങനെയാ? വേരിയബിൾ കോസ്റ്റിൽ 2 സ്വഭാവമുണ്ട്. ടോട്ടലിൻ്റെ വേറെ സ്വഭാവം, പെർ യൂണിറ്റ് എന്ത് സ്വഭാവമാണ്? വേറെ സ്വഭാവം. റെഡി? അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, റെഡി അല്ലേ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് വേരിയബിൾ കോസ്റ്റിന് 2 സ്വഭാവമുണ്ട്. ഒന്ന് ടോട്ടലിന് വേറെ സ്വഭാവം, പെർ യൂണിറ്റിനോ വേറെ സ്വഭാവം. ടോട്ടലിൻ്റെ സ്വഭാവം എങ്ങനെയാ? നോക്കണേ. ടോട്ടലിൻ്റെ സ്വഭാവം വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ടോട്ടലിൻ്റെ സ്വഭാവം എങ്ങനെയാ? ഏതിനടിസ്ഥാനമാക്കി? അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതിനടിസ്ഥാനമാക്കി? ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ഈ സാധനം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതിനടിസ്ഥാനമായി? ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആരാ? സെയിൽസ് ആവാം, പ്രൊഡക്ഷൻ ആവാം, പർച്ചേസ് ആവാം, ഹവർ ആവാം, എന്തോ ആവാം. റെഡി അല്ലേ? എന്തോ ആവാം ആക്ടിവിറ്റി. നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ആക്ടിവിറ്റി. റെഡി? പക്ഷേ വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? നോക്കണേ. വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് സ്വഭാവം നിങ്ങളിവിടെ കണ്ടായിരിക്കും അല്ലേ? എത്ര വാങ്ങുന്ന സമയത്തും ഒന്നിൻ്റെ കോസ്റ്റ് എത്ര തന്നെയാണ്? 10 തന്നെ. അതെന്താവുന്നില്ല? മാറുന്നില്ല. അപ്പോൾ പെർ യൂണിറ്റിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റിൻ്റെ അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് പറയുമ്പോൾ അത് ഡസിൻ ചേഞ്ച്, അതെന്താവില്ല? ചേഞ്ച് ആവില്ല. ഏത് മാറിയാലും ആക്ടിവിറ്റി എത്ര മാറിയാലും ഒരു റെലവൻറ്റ് റേഞ്ച് വരെ. എത്ര മാറിയാന്ന് വെച്ചാൽ 1,00,000 വാങ്ങുമ്പോൾ 10 തന്നെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഒരു റേഞ്ച് വരെ. കാരണം നമുക്കറിയാം, നമ്മൾ വാങ്ങുന്നതിൻ്റെ എണ്ണം കൂടിയ ചില സമയത്ത് നമുക്ക് ഒന്നിന് കിട്ടുന്ന വില എന്താവാറുണ്ട്? കുറയാറില്ലേ? ഒരു പരിധിയെ കുറയാറില്ലേ? 10 കൊടുക്കേണ്ടി വരില്ല. എത്ര കൊടുത്താൽ മതി? 9 കൊടുത്താൽ മതി. റെഡി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു റെലവൻറ്റ് റേഞ്ച് വരെ വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്താവൂല? മാറൂല. അത് എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. എങ്ങനെയും മാറൂല. ആക്ടിവിറ്റി എത്ര മാറിയാലും മാറൂല. റെഡി അല്ലേ? ആക്ടിവിറ്റി എത്ര മാറിയാലും എന്താവൂല? ഒരു റെലവൻറ്റ് റേഞ്ച് വരെ എന്താവൂല? മാറൂല. റെഡി അല്ലേ? റെലവൻറ്റ് റേഞ്ച് കഴിഞ്ഞാൽ മേ ബി എന്താവാം? മാറാനുള്ള ചാൻസ് ഉണ്ട്. റെഡി അല്ലേ? അപ്പോൾ വേരിയബിൾ കോസ്റ്റിൻ്റെ സ്വഭാവം എങ്ങനെയാ? ടോട്ടലിന് വേറെ സ്വഭാവം, പെർ യൂണിറ്റിന് എന്താ? വേറെ സ്വഭാവം. ടോട്ടലിൻ്റെ സ്വഭാവം എങ്ങനെയാ? ടോട്ടൽ എന്തായിക്കൊണ്ടേയിരിക്കും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റോ? അത് ആക്ടിവിറ്റി എത്ര മാറിയാലും ഒരു റെലവൻറ്റ് റേഞ്ച് വരെ അത് എന്താവൂല? മാറൂല. അത് എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അതായത് ചേഞ്ച് ആവാണ്ട് തന്നെ നിൽക്കും. വേരിയബിൾ കോസ്റ്റിൻ്റെ സ്വഭാവം ഓക്കെ ആണോ? വേരിയബിൾ കോസ്റ്റിൻ്റെ സ്വഭാവം റെഡി അല്ലേ? അപ്പോൾ ഒരു കോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ആക്ടിവിറ്റി മാറുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ സാധനം വാങ്ങാൻ പോകുന്നതൊക്കെ എന്താ? വേരിയബിൾ കോസ്റ്റാണ് അല്ലേ? വേരിയബിൾ കോസ്റ്റ് അത്. റെഡി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ പെട്രോൾ അടിക്കാൻ പോകും, ഏത് കോസ്റ്റാ? വേരിയബിൾ കോസ്റ്റാ. എന്താ? നിങ്ങൾ ലിറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പൈസ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചിട്ട് 1 ലിറ്ററിൻ്റെ പൈസ മാറുന്നുണ്ടോ? 105 ആയിട്ട് നിൽക്കുന്നേ അല്ലേ? മാറ്റുണ്ടോ? അതൊക്കെ എന്ത് കോസ്റ്റാ? വേരിയബിൾ കോസ്റ്റാണ്. അതെങ്ങനെ കൂടുകയും കുറയും ചെയ്യാം? ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് എന്താവും? കൂടുകയും കുറയും ചെയ്യും. റെഡി അല്ലേ? അപ്പോൾ ഇതെങ്ങനെ കൂടുക? നോക്കണേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവുന്നുണ്ട്? കൂടുന്നുണ്ട്. ആക്ടിവിറ്റി കുറയുന്ന സമയത്തോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇഫ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആരും ആവുക? ഇവിടെ ആക്ടിവിറ്റി പർച്ചേസാ. ഇഫ് ആക്ടിവിറ്റി ഇൻക്രീസ് then total variable cost
വിൽ ഓൾസോ ഇൻക്രീസ്. ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താവുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ ഇഫ് ആക്ടിവിറ്റി ഡിക്രീസ് ആയാലോ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. ആക്ടിവിറ്റി ഡിക്രീസ്, അതായത് നിങ്ങൾ സാധനം വാങ്ങുന്നതിൻ്റെ എണ്ണം കുറച്ചു, അപ്പോൾ എന്താ സംഭവിക്കുക? കൊടുക്കേണ്ട ടോട്ടൽ പൈസ എന്താവും? കുറയും. എന്താ വെച്ചാൽ നിങ്ങൾ അതിന് ചോദ്യം ഇതാണ്, നിങ്ങൾ 1 കിലോന് അരി വാങ്ങാൻ വേണ്ടി പോയി, റെഡി. 1 കിലോന് അരിക്ക് പൈസ 100. നിങ്ങൾ നെയ്യര വാങ്ങാൻ പോയത് അതിൻ്റെ പൈസ എത്ര? 100. ഒരു അരി വാങ്ങാൻ പോയി 100 അതിന് കോസ്റ്റ്, കിലോ ചാർജ്. നിങ്ങൾ അതിൽ 2 കിലോ വാങ്ങിക്കഴിഞ്ഞാലും 1 കിലോന് ചാർജ് എത്രയാണ്? 100. നിങ്ങൾ 1/2 കിലോ വാങ്ങിക്കഴിഞ്ഞാലും ഒന്നിന് ചാർജ് എത്രയാണ്? 100. അപ്പോൾ അത് 100ന് കൂടുതലും 100 കുറവൊക്കെ ഏതിനനുസരിച്ചിട്ടാവുന്നതാ? ആക്ടിവിറ്റി ഏത് നിങ്ങൾ വാങ്ങുന്ന കണക്കനുസരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക? അത് കൂട്ടും കുറേയൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആക്ടിവിറ്റി കൂടുമ്പോൾ സമയത്ത് നിങ്ങൾ കുറേ കിലോ വാങ്ങുമ്പോൾ കുറേ പൈസ കൊടുക്കേണ്ടി വരും. കുറച്ച് കിലോ വാങ്ങുന്നില്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി. അതാണ് പറഞ്ഞത്, ഇഫ് ആക്ടിവിറ്റി ഡിക്രീസ് ദെൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ഓൾസോ ഡിക്രീസ്. റെഡി അല്ലേ? അപ്പം വേരിയബിൾ കോസ്റ്റിൻ്റെ സ്വഭാവം എങ്ങനെയാ സ്വഭാവം? ടോട്ടൽ എന്തായിക്കൊണ്ടേയിരിക്കും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്തായിക്കൊണ്ടേയിരിക്കും? ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ചേഞ്ച് ആവും മക്കളെ? പറ. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ചേഞ്ച് ആവും മക്കളെ? ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ആവും. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റോ അത് ചേഞ്ച് ആവില്ല. അത് റെലവൻറ്റ് റേഞ്ച് വരെ അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. അത് എത്ര ആക്ടിവിറ്റി മാറിയാലും അതെന്തായിരിക്കും? ഒരു റെലവൻറ്റ് റേഞ്ച് വരെ അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും ഉണ്ടാവുക. റെഡിയല്ലേ? അതിനാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കോസ്റ്റ് ഏതാ? ഫിക്സഡ് കോസ്റ്റ് നോക്കാം. റെഡി. ഫിക്സഡ് കോസ്റ്റ് റെഡിയല്ലേ? മറ്റേത് വേരിയബിളാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ എന്താ? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പേരിലുള്ള പോലെ അതെന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. പക്ഷെ ആരാ ഫിക്സഡ്? ടോട്ടൽ ആണോ പെർ യൂണിറ്റ് ആണോ ഫിക്സഡ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. റെഡി. ഫോർ എക്സാമ്പിൾ, ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള പേരിലുള്ളത് പോലെ ആ സാധനം എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ശ്രദ്ധിക്കണേ. നിങ്ങളിപ്പം ഒരു കോളേജിൽ നിന്ന് ടൂർ പോകാൻ തീരുമാനിച്ചു. ടൂർ പോകാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണം? ബസ് വേണം നിങ്ങൾക്ക്. അപ്പോൾ ബസ് നമ്മൾ എന്തെടുക്കും? റെൻ്റ് എടുക്കും. അപ്പോൾ നിങ്ങളൊരു കൊടൈക്കനാലൊക്കെ ബസ് പോകണമെങ്കിൽ നിങ്ങൾ ബസ് റെൻ്റ് എടുക്കുന്ന സമയത്ത് ബസ്സിന് ചാർജ് ആവുക, വിത്ത് ഡ്രൈവറൊക്കെ ചാർജ് ആവുക. 49 സീറ്റിൻ്റെ ബസ്സാണെങ്കിൽ അതിന് ചാർജ് ആകാൻ പോകുന്നത് 50,000. എത്ര ചാർജ് ആകുന്നുണ്ട്? 50,000 എന്താവുന്നേ? ചാർജ് ആകുന്നത്. അതിൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ ബസ് എടുത്തിട്ട് ഒരാളെ പോയിട്ടുള്ളൂ. ഒരാൾ എത്ര പൈസ കൊടുക്കണം? വിചാരിക്കുക സാറേ പ്രാന്ത് ഒരാൾക്ക് ബസ് എടുത്തിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഈ ബസ് എടുത്തിട്ട് നിങ്ങൾ ഒരാളെ പോയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. റെഡിയല്ലേ? അപ്പോൾ എത്ര പൈസ കൊടുക്കേണ്ടി വരും? പറയാൻ പറ്റുമോ ബസ് ഡ്രൈവറോട്? നമ്മൾ ഒരാളേ ഉള്ളൂ, നമുക്ക് പൈസ കുറച്ച് തരണം? നടക്കൂല. എത്ര തന്നെ കൊടുക്കേണ്ടി വരും? 50,000 തന്നെ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഈ ബസ്സിൽ 10 ആളെ പോയിനെങ്കിലോ? 50,000 തന്നെ കൊടുക്കണം. നിങ്ങൾ ഈ ബസ്സിൽ 20 ആൾ പോയാലും 50,000 തന്നെ കൊടുക്കണം. നിങ്ങൾ ഈ ബസ്സിൽ 30 ആൾ പോയാലും 50,000 തന്നെ കൊടുക്കണം. നിങ്ങൾ ഈ ബസ്സിൽ 40,000 പോയി കഴിഞ്ഞാലും എത്ര തന്നെ കൊടുക്കണം? 50,000 തന്നെ. നിങ്ങൾ ഈ ബസ്സിൽ 49 ആളെ സീറ്റിലെ ബസ്സാണ്, അപ്പോൾ 49 ആൾ പോയി കഴിഞ്ഞാലും എത്ര തന്നെ കൊടുക്കണം? 50,000 തന്നെ കൊടുക്കണം. അതായത് എന്താർത്ഥം? നിങ്ങൾ നോക്കണേ. ഈ ബസ്സിൽ ഒരാൾ പോയാൽ എത്ര കൊടുക്കണം? 50,000. ഈ ബസ്സിൽ 5 ആൾ പോയാലോ? അതും 50,000 തന്നെ. കാരണം ബസ്സിന് ഓൾറെഡി ഒരു ഫിക്സഡ് എമൗണ്ട് സെറ്റ് ചെയ്തതാ, ഫിക്സഡ് കോസ്റ്റ് അത്. അപ്പോൾ നിങ്ങൾ 5 ആൾ പോയാലും ഇനി 10 ആൾ പോയാലും നിങ്ങൾ എത്ര ടോട്ടൽ കൊടുക്കേണ്ടത്? 50,000. ഇത് ടോട്ടൽ കോസ്റ്റ് ആണേ. ഇത് എന്ത് ഫിക്സഡ് കോസ്റ്റാ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഇനി ഈ ബസ്സിൽ നിങ്ങൾ 15 ആൾ പോയി, എത്ര തന്നെ കൊടുക്കേണ്ടത്? 50,000. നിങ്ങൾ ഈ ബസ്സിൽ 20 ആൾ പോയി കഴിഞ്ഞാലും നിങ്ങൾ എത്ര കൊടുക്കേണ്ടത്? 50,000. നിങ്ങൾ ഈ ബസ്സിൽ 30 ആൾ പോയി കഴിഞ്ഞാലും നിങ്ങൾ എത്ര കൊടുക്കേണ്ടത്? 50,000. ഈ ബസ്സിൽ നിങ്ങൾ 40 ആൾ പോയാലും നിങ്ങൾ കൊടുക്കേണ്ടത് എത്ര? 50,000. അപ്പോൾ എന്താ ഇതിലൂടെ മനസ്സിലായത്? നിങ്ങൾ ആലോചിക്കണേ. നേരത്തെ സിറ്റുവേഷനും ഈ സിറ്റുവേഷൻ നോക്കിയേ. നേരത്തെ ആക്ടിവിറ്റി മാറുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റ് എന്തായിട്ടുണ്ടായിരുന്നു? വേരി ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്നാ നോക്ക്. ഇവിടുത്തെ പാസഞ്ചറാണ് ആക്ടിവിറ്റി. അപ്പോൾ പാസഞ്ചർ ആൾക്കാർ മാറുന്ന ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച്
ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ആക്ടിവിറ്റി എത്ര മാറിക്കഴിഞ്ഞാലും ഒരു റെലവൻറ്റ് റേഞ്ച് വരെ ഫിക്സഡ് കോസ്റ്റ് എന്താവില്ല. ഏത് ഫിക്സഡ് കോസ്റ്റ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താവില്ല, മാറൂല. അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് വരെ? ഒരു റെലവൻറ്റ് റേഞ്ച് വരെ. എന്തുകൊണ്ടാ? ഈ ബസ്സിൽ 100 ആൾ പോക്ക് പോസിബിളാ അല്ല. 100 ആൾ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെലവൻറ്റ് റേഞ്ചിന് പുറത്താ. വീണ്ടും നിങ്ങൾ 50,000 പൊടിച്ചിട്ട് വീണ്ടും ഒരു പുതിയ ബസ് എന്താ വേണ്ടി വരും? എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു റെലവൻറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെലവൻറ്റ് റേഞ്ച് വരെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? പറ, എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതെന്താവൂല? ആക്ടിവിറ്റി മാറിയാൽ മാറൂല. ആക്ടിവിറ്റി മാറിയാൽ മാറൂല. റെഡിയല്ലേ? റെഡിയല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ക്ലാസ് റൂം റെൻ്റ് എടുത്തു. ക്ലാസ് നടത്താനാ. റെഡിയല്ലേ? ഒരു ബിൽഡിംഗ് റെൻ്റ് എടുത്തു ക്ലാസ് നടത്താൻ. റെൻ്റ് എഗ്രിമെൻ്റ് ആക്കി മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 50,000 റെൻ്റ്. റെഡി, ഫിക്സ്ഡ് എമൗണ്ട് ആണ്. നിങ്ങൾ അവിടെ ക്ലാസ് നടത്തിയിട്ടില്ല, എന്നാലും 50,000 കൊടുക്കണ്ടേ? കാരണം നിങ്ങളെ മാമൻ്റെ മോൻ്റെ ബിൽഡിംഗ് ഒന്നും അല്ലല്ലോ അല്ലേ? കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? തരാം. അങ്ങനെ ക്ലാസ് നടത്തിയില്ല തരാൻ പറയാൻ പറ്റുമോ? പുറക്കേക്ക് ഓടിച്ച് വരും. റെഡിയല്ലേ? പിന്നെ റെൻ്റ് പിന്നെ എഗ്രിമെൻ്റ് ആക്കി പിന്നെ കൊടുക്കാൻ കഴിയില്ലെന്ന് പറയല. റെഡി. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ അവിടെ ക്ലാസ് നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ട 50,000 റെൻ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ ആക്ച്വലി അവിടെ 5 ആൾ പഠിച്ചാലും ഒരാൾ പഠിച്ചാലും 50 ആൾ പഠിച്ചാലും നിങ്ങൾ എത്ര റെൻ്റ് കൊടുക്കണം? 50,000 കൊടുക്കണം. അപ്പോൾ ആക്ടിവിറ്റി 50 സ്റ്റുഡൻസ് ആയാലും 100 സ്റ്റുഡൻസ് ആയാലും 0 സ്റ്റുഡൻസ് ആയാലും നിങ്ങൾ കൊടുക്കേണ്ട റെൻ്റ് എത്രയാ? 50,000. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താവില്ല? പറ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താവില്ല? പറ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താവില്ല? മാറൂല. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് വരെ? ഒരു റെലവൻറ്റ് റേഞ്ച് വരെ കോൺസ്റ്റന്റ് ആയിരിക്കും. ആര് മാറിയാലും മാറൂല. ആക്ടിവിറ്റി മാറിക്കഴിഞ്ഞാലും എന്താവില്ല? ഈ സാധനം മാറൂല. അപ്പോൾ നിങ്ങളേക്കും സാറെ പെർ യൂണിറ്റോ നിങ്ങൾ ആലോചിക്കണേ. നിങ്ങൾ ടൂർ വന്ന എക്സാമ്പിളിലേക്ക് തിരിച്ചു പോവാം. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. നിങ്ങൾ ടൂർ പോകുന്ന എക്സാമ്പിളിലേക്ക് തിരിച്ചു പോവാം. റെഡി. അതിൽ ചോദ്യം ഇതാണ്. നിങ്ങൾ ആ ബസ്സിൽ ഒരാളെ പോകുന്നല്ലോ എങ്കിൽ 50,000 മൊത്തം വഹിക്കേണ്ടത് ഈ ഒരാളല്ലേ? റെഡിയല്ലേ? അപ്പോൾ ഒരാൾ എത്ര പൈസ ഇടേണ്ടി വരും? ബസ്സിന് മാത്രമായിട്ട് 50,000 ഇടണ്ടേ? പക്ഷെ അതേ സ്ഥാനത്ത് ആ ബസ്സിൽ 5 ആൾ പോകുന്നുണ്ടെങ്കിലും ബസ്സിൻ്റെ ടോട്ടൽ പൈസ എത്രയാണ്? 50,000 തന്നെയാണ്. അപ്പോൾ ഈ 50,000 ആരെ വീതിച്ചെടുക്കേണ്ടത്? ഈ 5 ആൾക്കാരല്ലേ? അപ്പോൾ ഒരാൾ എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ വരും ബസ്സിന്? 10,000. ശ്രദ്ധിക്കാൻ അടുത്തത്. അതേ ബസ്സിൽ 10 ആൾ പോകുന്നുണ്ടെങ്കിലോ ടോട്ടൽ മാറ്റുണ്ടാ? എത്ര കൊടുക്കേണ്ടത്? 50,000 തന്നെ. അപ്പോൾ 10 ആളാണെങ്കിൽ ഒരാൾ എത്ര വെച്ചിട്ടുണ്ട് വരും? 5,000 വെച്ചിട്ടുണ്ട് വരും. പിന്നെ അതേ ബസ്സിൽ 15 ആൾ പോകുന്നുണ്ടെങ്കിലും പൈസ എത്ര തന്നെയാ? 50,000 മാറ്റം ഉണ്ടാവോ? അപ്പോൾ ഒരാൾ എത്ര വെച്ചിട്ടുണ്ട് വരും? 50,000 ഡിവൈഡ് ബൈ 15 3333.33 വെച്ചിട്ടുണ്ട് വരും. പിന്നെ അതേ സ്ഥാനത്ത് അതേ ബസ്സിൽ 20 ആളാണ് പോകുന്നതെങ്കിൽ എത്ര വെച്ചിട്ടുണ്ട് വരും? ഒരാൾ 2,500 വെച്ചിട്ടുണ്ട് വരും. അതേ സ്ഥാനത്ത് 30 ആൾ പോകുന്നുണ്ടെങ്കിലും ടോട്ടൽ എത്ര പൈസ കൊടുക്കണ്ടേ? പറ. ടോട്ടൽ എത്ര പൈസ കൊടുക്കണ്ടേ? 50,000 തന്നെയല്ലേ? അതിൽ മാറ്റം ഉണ്ടാ? അപ്പോൾ ഒരാൾ എത്ര വെച്ചിട്ടുണ്ട് വരും മക്കളെ? പറ. ഒരാൾ എത്ര വെച്ചിട്ടുണ്ട് വരും? 30 ആൾ കൂടിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഒരാൾ എത്ര വെച്ചിട്ടുണ്ട് വരും? പറ. 1,666 വെച്ചിട്ട് എന്താക്കേണ്ടി വരും? ഇടേണ്ടി വരും. ഇനി അതേ സ്ഥാനത്ത് അതേ ബസ്സിൽ 40 ആൾ പോകുന്നെങ്കിലോ 50,000 തന്നെ മാറ്റം ഉണ്ടാവുമോ? അപ്പോൾ 50,000 ആരെ വിധിച്ചടിക്കണ്ടേ? 40 ആളല്ലേ? അപ്പോൾ ഒരാൾ എത്ര വെച്ചെടുക്കേണ്ടി വരും? 1,250. അപ്പോൾ ശ്രദ്ധിക്കണേ. ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റിന് ഇവിടെ എന്താ സംഭവിച്ചേ? ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് ചേഞ്ച് ആവുന്നുണ്ടല്ലേ? എങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്? ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് എന്താവുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട്. ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് എന്താവുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ വേരിയബിൾ കോസ്റ്റ് നേരെ ഓപ്പോസിറ്റ് എഴുതി വരുന്നത് ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കാം. ഒന്ന് പെർ യൂണിറ്റ്, രണ്ടാമത് ടോട്ടൽ, ഒന്ന് വേരിയബിൾ കോസ്റ്റ്, രണ്ടാമത് ഫിക്സഡ് കോസ്റ്റ്. പറ മക്കളെ, വേരിയബിൾ കോസ്റ്റിനെ പെർ യൂണിറ്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഡയറി മിൽക്ക് വാങ്ങാൻ പോകുമ്പോൾ ഒന്നിൻ്റെ പൈസ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ്. ടോട്ടൽ എന്തായിരിക്കും? നിങ്ങൾ ഡയറി മിൽക്ക് വാങ്ങുന്നതിന് എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് പൈസ എന്താവും? കൂടും. കുറയുന്നതനുസരിച്ച് കുറയും. അപ്പോൾ ടോട്ടൽ എന്താവും? ആക്ടിവിറ്റിക്ക് അനുസരിച്ച് എന്താവും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ആരും ടോട്ടൽ പറയാം. നമുക്കറിയാം, ഒരു റെൻറ്റ് നമ്മൾ 50,000 തീരുമാനിച്ചാൽ 50,000 തന്നെ, അതിൽ മാറ്റമുണ്ട്. ഇനി അതെന്തായിരിക്കും? ആക്ടിവിറ്റി എത്ര ആയിക്കഴിഞ്ഞാലും ഒരു റെലവൻറ്റ് റേഞ്ച് വരെ അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എന്തായിരിക്കും? ടോട്ടൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പെർ യൂണിറ്റോ? പറ. പെർ യൂണിറ്റ് എന്തായിരിക്കും?
പെർ യൂണിറ്റ് എന്തായിരിക്കും? പെർ യൂണിറ്റ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? പറ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ വേരി ചെയ്യും? ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യും? വേരി ചെയ്യും. റെഡി അല്ലേ? ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗം. ഒരു കോസ്റ്റിൽ അതിൽ എത്ര വേരിയബിൾ ഉണ്ട്, എത്രത്തോളം ഫിക്സ്ഡ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? പ്രോപ്പർലി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യും കേട്ടോ. റെഡി. അപ്പോൾ ഇതാണ് വേരിയബിൾ കോസ്റ്റിൻ്റെയും ഫിക്സഡ് കോസ്റ്റിൻ്റെയും കളി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, നിങ്ങളൊരു കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൽ കുറേ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും, കുറേ കോസ്റ്റ് എന്തായിരിക്കും അല്ലേ? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം കോസ്റ്റ് ഉണ്ടാവും? ടോട്ടൽ കോസ്റ്റ് ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. സാലറി ഒക്കെ കൊടുക്കുക, റെന്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ എന്ത് കോസ്റ്റാ? ഫിക്സഡ് കോസ്റ്റാ അല്ലേ? സാലറി എന്താ? ആൾക്കാരനുസരിച്ചിട്ടാണ് സാലറി കൊടുക്കൽ അല്ലല്ല. ആ കമ്പനി ഒരു സാലറി നിശ്ചയിച്ചാൽ അവിടെ എത്ര ആക്ടിവിറ്റി നടന്നാൽ പോലും കൊടുക്കാൻ പോകുന്ന സാലറി എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും, മാറാൻ പോകുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ടോട്ടൽ കോസ്റ്റ്, ഒരു കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും, കുറേ കോസ്റ്റ് എന്തായിരിക്കും? വേരിയബിൾ. ഏത് വേരിയബിൾ? നിങ്ങളിപ്പം പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽ വാങ്ങുന്നു അല്ലേ? മെറ്റീരിയൽ എങ്ങനെയാണ്? ആവശ്യത്തിന് വാങ്ങിയാൽ പോരെ, വാങ്ങുന്നതനുസരിച്ചിട്ടുള്ള പൈസ കൊടുക്കുന്നുണ്ടോ, അല്ലാണ്ട് ഒരു ഫിക്സഡ് എമൗണ്ട് കെട്ടി വെക്കല അല്ലല്ല. അപ്പോൾ കുറേ കോസ്റ്റ് വേരിയബിൾ ആയിരിക്കും, കുറേ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റിൽ കിട്ടണമെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ട്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കൂടി ചേർന്നാലാണ് നിങ്ങളുടെ കമ്പനിയുടെ ഏത് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് കിട്ടും. കാരണം നിങ്ങളുടെ കമ്പനിയുടെ കോസ്റ്റ് സ്ട്രക്ചറിൽ ഒരുപാട് കോസ്റ്റുകൾ ഫിക്സഡ് ആയിരിക്കും, ഒരുപാട് കോസ്റ്റുകൾ എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് ചോദിച്ചാൽ അതിൽ കുറച്ചൊക്കെ വേരിയബിൾ ആയിരിക്കും, കുറച്ചൊക്കെ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാലാണ് കമ്പനിക്ക് ഏത് കിട്ടുന്നത്? ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. കമ്പനിക്ക് ഏത് കിട്ടുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്താവുന്നത്? കിട്ടുന്നത്. റെഡിയല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. റെഡി. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ആക്ടിവിറ്റി അനുസരിച്ചിട്ട് വേരി ചെയ്യല്ലേ? ആരെ വേരി ചെയ്യുക? വേരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടൽ വേരി ചെയ്യും, ആക്ടിവിറ്റി മാറുന്നതനുസരിച്ചിട്ടോ. ഫിക്സഡ് കോസ്റ്റിൻ്റെ ടോട്ടൽ ഒന്നും ചേഞ്ച് ആവില്ല. ആരെ ചേഞ്ച് ആവുക? ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്താവും? ചേഞ്ച് ആവും. ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് എന്താവും? ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് നോക്കേ എങ്ങനെ ചേഞ്ച് ആവും നോക്കേ. ഫസ്റ്റ് സിനാരിയോ, വേരിയബിൾ കോസ്റ്റ് സിനാരിയോ. ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് ഏത് കൂടുന്നുണ്ട്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടുന്നുണ്ട്. ആക്ടിവിറ്റി കുറയുന്ന സമയത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചു. ഇതേ സാധനം എവിടെ നോക്കാറുണ്ട്? ഫിക്സഡ് കോസ്റ്റിലെ ഇതേ സാധനം എവിടെ നോക്കാറുണ്ട്? ഫിക്സഡിൽ ഏതാ നോക്കണ്ടേ? ടോട്ടൽ നോക്കേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാ ടോട്ടൽ എന്തുകൊണ്ടാണ് നോക്കാത്തത്? ബിക്കോസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താവില്ല, ആക്ടിവിറ്റി അനുസരിച്ചിട്ട് മാറുമോ? ഇല്ല. അപ്പോൾ ആരാ ഇവിടെ ആക്ടിവിറ്റി അനുസരിച്ച് മാറുന്നേ? പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റാണ് മാറുന്നത്. എങ്ങനെ മാറുന്നേ? നിങ്ങൾ നോക്കണേ. ആക്ടിവിറ്റി കൂടുന്ന സമയത്ത്, ആക്ടിവിറ്റി 1, 5, 10, 15, 20, 30, 40 അങ്ങനെ കൂടുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്താവുന്നത്? 50 10ആയി, 10 5ആയി, 5 3ആയി, 3 2 500ആയി, 1 600ആയി, 1 250. എന്താ സംഭവിക്കുന്നത്? ആക്ടിവിറ്റി കൂടുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്താവുകയാണ്? കുറയാണ്. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതിയേ, നിങ്ങൾക്ക് ഒരു കൊടുക്കുന്ന കോസ്റ്റിൽ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കോസ്റ്റ് കുറവായിരിക്കുമല്ലോ. അതായത് 50,000 രൂപേൻ്റെ ബസ് എടുത്ത് അതിൽ എത്ര ആൾക്കാർക്ക് മാക്സിമം പോകാൻ പറ്റുമോ അത്ര ആൾക്കാരും പോകുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വരുതാൻ പോകുന്ന കോസ്റ്റിൻ്റെ വീതം കുറവായിരിക്കൂലേ? അതുകൊണ്ട് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാ. കാരണം നിങ്ങൾ ഒരാൾ പോയാലും അടിക്കേണ്ട പെട്രോൾ സെയിമാണ്, 2 ആൾ പോയാലും അടിക്കേണ്ട പെട്രോൾ സെയിമാണ്, 3 ആൾ പോയാലും 4 ആൾ പോയാലും 5 ആൾ പോയാലും അടിക്കേണ്ട പെട്രോൾ എന്നാ സെയിമാണ്. ടോട്ടൽ കോസ്റ്റ് സെയിമാണ് അല്ലേ? അതിൽ മാറ്റം വരാൻ പോകുന്നുണ്ടോ? ഇല്ല. പക്ഷേ പ്രശ്നം എന്നാ 5 ആളാണെങ്കിൽ ആ പെട്രോളിൻ്റെ വീതം എടുക്കുമ്പോൾ എന്താവും? ഒരാൾക്ക് ചെറിയ എമൗണ്ട് എടുത്താൽ മതി. ഒരാളെ പോകുന്നെങ്കിലോ ആ കോസ്റ്റ് ഫുൾ ആര് വഹിക്കണം? അയാൾ വഹിക്കണ്ടേ? റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്താവും? കുറയും. ഫിക്സഡ് കോസ്റ്റിൻ്റെ ടോട്ടലാണോ? ടോട്ടൽ മാറോ? ടോട്ടൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് ആക്ടിവിറ്റി ഇൻക്രീസ് then fixed cost per unit will be എന്താ സംഭവിക്കുക? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്താ സംഭവിക്കുക? വിൽ ബി ഡിക്രീസ് അല്ലേ? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ബി ഡിക്രീസ്. ഇഫ് ആക്ടിവിറ്റി ഡിക്രീസ്, ആക്ടിവിറ്റി എന്തായി? ഡിക്രീസ് ആയി. then
ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ബി ഇൻക്രീസ്. നേരെ ഓപ്പോസിറ്റ്. ആക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് കുറയെങ്കിൽ, ആക്ടിവിറ്റി കുറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. റെഡിയല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ ഫിക്സഡ് കോസ്റ്റിലും വേരിയബിൾ കോസ്റ്റിലും? ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ സ്വഭാവം നോക്കിയിട്ടാണ് ഇത് ഏത് കോസ്റ്റാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. ഇതിൻ്റെ സ്വഭാവം നോക്കിയിട്ടാണ് ഇത് ഏത് കോസ്റ്റാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. സ്വഭാവം എങ്ങനെ നോക്കും? ടോട്ടൽ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എന്തായിരിക്കും അത്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. റെഡിയല്ലേ? ടോട്ടൽ കോസ്റ്റ് മാറുന്നില്ലെങ്കിൽ ഏത് കോസ്റ്റ് ആയിരിക്കും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. റെഡിയല്ലേ? വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എങ്ങനെയാ? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റോ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെ ചേഞ്ച് ചെയ്യും? ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് കുറയും. ആക്ടിവിറ്റി കുറയുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്താവും? കൂടും. റെഡിയല്ലേ? അടുത്ത മൂന്നാമതൊരു കോസ്റ്റാണ് മിക്സഡ് കോസ്റ്റ്. മിക്സഡ് കോസ്റ്റിൻ്റെ സ്വഭാവം എങ്ങനെയാ? മിക്സഡ് കോസ്റ്റിൻ്റെ സ്വഭാവം അതിൽ വേരിയബിളിൻ്റെ സ്വഭാവം ഉണ്ടാവും, ഫിക്സഡിൻ്റെ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മിക്സഡ് കോസ്റ്റ് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മിക്സഡ് കോസ്റ്റിൻ്റെ സ്വഭാവം എങ്ങനെയാ? പറ. ഇതിൽ ആരൊക്കെ ബിഹേവിയർ ഉണ്ടാവും? ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ്. ഇതിൽ ആരൊക്കെ സ്വഭാവം ഉണ്ടാവും? ഫിക്സഡിൻ്റെയും അതുപോലെ തന്നെ വേരിയബിളിൻ്റെ എന്തുണ്ട്? സ്വഭാവം ഇവിടെ ഉണ്ടാവും, മിക്സഡിലുണ്ടാവും. ഇതിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മിക്സഡ് കോസ്റ്റിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സെമി വേരിയബിൾ കോസ്റ്റ്, രണ്ട് സെമി ഫിക്സഡ്. മിക്സഡ് കോസ്റ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് സെമി വേരിയബിളും ഒന്നേതാണ് സെമി ഫിക്സഡും. അപ്പോൾ ആദ്യം നമുക്ക് ഏത് നോക്കാം? സെമി വേരിയബിൾ നോക്കാം. സെമി വേരിയബിൾ എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിച്ച് കളക്കണേ, ആദ്യം അത് ഫിക്സഡ് ആയിരിക്കും. ഇനീഷ്യൽ അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ അത് വേരിയബിൾ ആവും. അതെന്തായിട്ട് മാറും? വേരിയബിൾ ആയിട്ട് മാറും. റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയാട്ടെ. ആദ്യം കോൺസ്റ്റന്റ്, പിന്നെ വേരിയബിൾ ആവും. ഒന്നാലോചിച്ച് നോക്കിയാൽ ഏതായിരിക്കും? ആദ്യം ഒരു പരിധി വരെ ഫിക്സഡ്, പിന്നെ അതെന്താ? വേരിയബിൾ ആയിട്ട് മാറും. റെഡി? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇലക്ട്രിസിറ്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ. ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഒരു മിനിമം എമൗണ്ട് കൊടുക്കണ്ടേ? അല്ലേ? അപ്പോൾ ആക്ടിവിറ്റി എന്തായാലും കഴിഞ്ഞാലും ഒരു മിനിമം എമൗണ്ട് നമ്മൾ എന്താവണം? കൊടുക്കണം. അല്ലെ? ഒരു ലെവൽ വരെ ഫിക്സഡ് എമൗണ്ടാണ്. ഇലക്ട്രിസിറ്റി എന്നാൽ ഫിക്സഡ് എമൗണ്ടാണ്. എത്ര യൂണിറ്റ് ആണെന്നറിയില്ല, എന്നാലും ഇത്രയൊരു മിനിമം യൂണിറ്റ് വരെ നമ്മളെ നാട്ടിൽ ഇലക്ട്രിസിറ്റീൻ്റെ കോസ്റ്റ് എന്നാൽ ഫിക്സഡാണ്. ആ യൂണിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ്? വേരിയബിൾ ആവും. എങ്ങനെ വേരിയബിൾ ആവുന്നത്? ആ ഒരു പറഞ്ഞ നിശ്ചിത എമൗണ്ട് ഓഫ് യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഏത് കൊടുക്കണം? ചാർജ് കൊടുക്കണം. കാരണം ഓരോ യൂണിറ്റിന് എത്ര ചാർജ് എന്നുള്ളത് എന്താവും? ആ ഒരു ഇലക്ട്രിസിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 1 ഉപയോഗിച്ചാൽ അതിന് 1 കൊടുക്കണം, 2 ഉപയോഗിച്ചാൽ 2 കൊടുക്കണം, 3 ഉപയോഗിച്ചാൽ 3 കൊടുക്കണം. ഏതിന് ശേഷം 1, 2, 3 അവർ പറഞ്ഞ ഒരു മിനിമം റേഞ്ച് ഉണ്ട്. ആ മിനിമം റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്താവും? വേരിയബിൾ ആവും. അപ്പോൾ ആദ്യം അത് ഫിക്സഡാണ്. ആ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് മാറും? വേരിയബിൾ. അപ്പോൾ ഇവിടെ രണ്ടാളും സ്വഭാവമില്ലേ? ഫിക്സഡിൻ്റെ ഉണ്ട്. ആദ്യം അത് ഫിക്സഡ് ആയിരുന്നു, പിന്നെ അതെന്താവും? വേരിയബിൾ ആവും. അടുത്ത എക്സാമ്പിൾ ബസ്, ഓട്ടോറിക്ഷ ഒക്കെ. ഓട്ടോറിക്ഷ നമുക്കറിയാം 2 കിലോമീറ്റർ വരെ 30 രൂപ അല്ലേ? 2 കിലോമീറ്റർ വരെ 30, 1/2 കിലോമീറ്റർ ആയാലും 30, 1 കിലോമീറ്റർ ആയാലും 30, 2 ആയാലും 1.5 ആയാലും എല്ലാം 30 ഫിക്സഡാണ്. പിന്നെയോ 2 കിലോമീറ്ററിന് ശേഷം എന്താ സംഭവിക്കുന്നത്? പിന്നെ എങ്ങനെയാ? ആക്ടിവിറ്റി മാറുന്നതിന് ആക്ടിവിറ്റി കിലോമീറ്റർ മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ഏത് കൊടുക്കണം? ചാർജ് കൊടുക്കണം. അപ്പോൾ ഓരോ കിലോമീറ്ററിന് എത്രയാണ് ചാർജ് എന്നുള്ളത് ഓട്ടോൻ്റെ അസോസിയേഷൻ എന്തായിട്ടുണ്ട്? തീരുമാനിച്ചിട്ടുണ്ട്. ആ ചാർജ് അവർ എന്ത് ചെയ്യും? വാങ്ങും. അപ്പോൾ ഈ 1 കിലോമീറ്റർ 10 ആണെങ്കിൽ 1 കിലോമീറ്റർ എക്സ്ട്രാ 10 കൊടുക്കണം. റെഡിയല്ലേ? ഓൾറെഡി 20 കൊടുക്കും. അതിൻ്റെ അപ്പുറം 2 കിലോമീറ്ററിന് 20. 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഓരോ കിലോമീറ്ററിന് എത്ര കൊടുക്കണം? എക്സ്ട്രാ 10 വെച്ച് കൊടുക്കണം. നിങ്ങൾ ആ 2 കിലോമീറ്റർ ശേഷം ടോട്ടൽ 5 കിലോമീറ്റർ നിങ്ങൾ പോയി. ടോട്ടൽ എത്ര പോയി? 5. 2 കിലോമീറ്റർ എത്ര ചാർജ്? 30. ഫിക്സഡാ അല്ലേ? അത് ഫിക്സഡാ. പിന്നെ നിങ്ങൾ എക്സ്ട്രാ എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ. അപ്പോൾ ഓരോ കിലോമീറ്റർ എത്ര എക്സ്ട്രാ വെച്ച് കൊടുക്കണം? 10 വെച്ച് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ എത്ര കൊടുക്കേണ്ടി വരും?
50 നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. റെഡി അല്ലേ? അപ്പോൾ ആദ്യം ഫിക്സഡും പിന്നെ എന്താ ബസ്സും അങ്ങനെ തന്നെ ഒരു മിനിമം പൈസ ഉണ്ട് 8 ഒരു പരിധി വരെ പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ യാത്ര കിലോമീറ്റേഴ്സ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ബസ്സിന് എന്ത് കൊടുക്കേണ്ടി വരും, ചാർജ് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ആദ്യം ഒരു ഫിക്സഡിൻ്റെ സ്വഭാവം, പിന്നെ അതിൻ്റെ സ്വഭാവം മാറിയിട്ട് ഏതായിട്ട് മാറുന്നത്, വേരിയബിൾ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സെമി വേരിയബിൾ കോസ്റ്റ്. ഇങ്ങനെയുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് സെമി വേരിയബിൾ കോസ്റ്റ്. ആദ്യം ഫിക്സഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, പിന്നെ അതെന്തായിക്കൊണ്ടേയിരിക്കും, ആക്ടിവിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്താണ് സെമി ഫിക്സഡ്. അതിൽ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് കോസ്റ്റ്. വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് വിളിക്കും. എന്താണ് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം. റെഡി. ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസിന് നിങ്ങൾ റൂം എടുത്തു കൊടുക്കാൻ അക്കോമഡേഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു റൂമിന് റെൻറ്റ് വരുന്നത് 5,000. ഒരു റൂമിന് എത്ര റെൻറ്റ് വരുന്നുണ്ട്, 5,000. ആ റൂമിൽ കൊള്ളിക്കാൻ പറ്റിയത് 5 ആളെയാണ്. അപ്പോൾ ഇവിടെ റെലവൻറ്റ് റേഞ്ച് വളരെ കുറവാണ്. റെലവൻറ്റ് റേഞ്ച് എന്താ, വളരെ കുറവാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഇൻ കേസ് ഇവിടെ ഒരു 7 ആൾ വന്നു. എത്ര ആൾ വന്നു, 7 ആൾ വന്നേ. എത്ര റൂം എടുക്കേണ്ടി വരും, ഒരു റൂം എടുത്താൽ മതിയാ, പറ്റൂല. എന്തുകൊണ്ടാ, ഒരു റൂമിൽ എത്രയേ പറ്റൂ, 5 ആളല്ലേ പറ്റൂ. ആ ഒരു റൂമിൻ്റെ റെൻ്റ് എത്രയാ, 5,000 ഫിക്സഡാ. അല്ലെങ്കിൽ ഒരാൾ ഇന്നാലും 5,000 തന്നെ, 5 ആൾ ഇന്നാലും 5,000 തന്നെ. ഇവിടെ എത്ര ആളുണ്ട്, 7 ആൾ. അപ്പോൾ നമ്മൾ എത്ര റൂം എടുക്കേണ്ടി വരും, 2 റൂം എടുക്കേണ്ടി വരും. അതിന് ചോദ്യം ഇതാണ്, 2 റൂം എടുക്കണമെങ്കിൽ ഒന്നാമത്തെ റൂമിന് 5,000 കൊടുക്കണം, രണ്ടാമത്തെ റൂമിന് എത്ര കൊടുക്കേണ്ടി വരും, 5,000 തന്നെ കൊടുക്കണ്ടേ. നിങ്ങൾക്ക് പറയാൻ പറ്റും 2 ആളേ ഉള്ളൂ, പൈസ കുറച്ചൊന്നും നടക്കുമോ, ഒന്നും നടക്കൂലേ. ഒരു റൂമിൻ്റെ റെൻ്റ് 5,000 തീരുമാനിച്ചാൽ നിങ്ങൾ എത്ര കൊടുത്തേ പറ്റൂ. നിങ്ങൾ അവിടെ ഒരാൾ നിന്നാലും നിന്നിട്ടില്ലെങ്കിലും, 5 ആൾ നിന്നാലും ഒരാൾ നിന്നാലും എത്ര തന്നെ റെൻറ്റ്, 5,000 തന്നെ. അപ്പോൾ വീണ്ടും എത്ര കൊടുക്കേണ്ടി വരും, 5,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ എത്ര കൊടുക്കണം, 10,000. എന്തുകൊണ്ട്, ഇവിടെ 5 ആളുണ്ട് ഓൾറെഡി, അതിൽ 5,000 പോയി. ഇവിടെ അയാൾ വന്ന സമയത്ത് എക്സ്ട്രാ 2 ആൾ വന്നു. അപ്പോൾ ടോട്ടൽ എത്ര, 2 റൂം എടുക്കേണ്ടി വരും. 2 റൂമാണെങ്കിൽ ഒരു റൂമിന് എത്ര റെൻറ്റ്, 5,000 വെച്ച് എത്ര കൊടുക്കേണ്ടി വരും, 10,000 എന്താക്കേണ്ടി വരും, കൊടുക്കേണ്ടി വരും. റെഡിയല്ലേ? അപ്പോൾ ഇതെന്താ സെമി ഫിക്സഡ് എന്ന് പറയാൻ കാരണം, ഫിക്സഡ് ആണെന്ന് ചോദിച്ചാൽ ഫിക്സഡാ അല്ലേ. എത്ര, 5,000 തന്നെ. വീണ്ടും എത്ര വന്നു, 5,000 തന്നെ. വീണ്ടും ഇൻ കേസ് ഇവിടെ ഒരു 12 ആൾ നിന്ന്, 13 ആൾ നിന്ന്, 13 ആളെങ്കിൽ ഒരു റൂമിൽ എത്ര ആൾ പറ്റുമോ, 5 ആൾ. അപ്പോൾ ഇവിടെ എത്ര റൂം എടുക്കേണ്ടി വരും, 3 റൂം എടുക്കേണ്ടി വരൂലേ. എത്ര റൂം എടുക്കേണ്ടി വരും, 3 റൂംസ് എടുക്കേണ്ടി വരും. ഒരു റൂംസ് എത്ര റെൻറ്റ്, 5,000. അപ്പോൾ 3 റൂമിൽ എത്ര റെൻ്റ് ആവും, 15,000. മൂന്നാമത്തെ റൂമിൽ 3 ആളേ ഉള്ളൂ, അവിടെ 5,000 കൊടുക്കാമെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ, കഴിയൂല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു പരിധി വരെ ഫിക്സഡാണ്. പിന്നെ എന്താകുന്നുണ്ട്, വീണ്ടും 5,000 കൊടുക്കേണ്ടി വരും, വീണ്ടും 5,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സ്റ്റെപ്പ് പോലെയാണ് ഈ കോസ്റ്റ് പോകുന്നത്. ഈ കോസ്റ്റ് എങ്ങനെ പോകുന്നത്, ഒരു സ്റ്റെപ്പ് പോലെ പോകുന്നത്. നോക്കണേ നിങ്ങൾ ആദ്യത്തെ കേസിൽ 5,000, വീണ്ടും ഒരു 5 ആൾ വന്ന സമയത്ത് വീണ്ടും 5,000 കൂട്ടി കൊടുത്ത് എത്രയായി, 10,000. വീണ്ടും വന്ന സമയത്ത് വീണ്ടും എക്സ്ട്രാ റൂം എടുക്കണമെങ്കിൽ 15,000, വീണ്ടും എക്സ്ട്രാ എടുക്കാൻ എത്ര ആവും, 20,000. അപ്പോൾ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇതെന്താവുക, കയറിപ്പോവുക. അതിൻ്റെ ഇടയ്ക്ക് 6,000, 7,000, 8,000 കയറി വരുന്നുണ്ടോ, ഇല്ല. ഇതെങ്ങനെയാണ്, ഫിക്സഡ് ആണെന്ന് വെച്ചാൽ ഫിക്സഡാണ്. പക്ഷെ എന്താവുന്നുണ്ട്, വേരിയബിളിൻ്റെ ചെറിയൊരു സ്വഭാവമുണ്ട്. വേരിയബിൾ എങ്ങനെ മാറുക, ഓരോ യൂണിറ്റ് ആക്ടിവിറ്റി മാറുന്നതനുസരിച്ച് മാറുക. ഇവിടെ അങ്ങനെയല്ല, ഒരു റേഞ്ച് മാറിയാലാണ് എന്താവുക, ഫിക്സഡ് കോസ്റ്റ് മാറുക അല്ലേ. 1 എന്നുള്ളത് 5 വരെയുള്ള റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ് എന്താവും, മാറും. 5,000 കൊടുക്കേണ്ട സ്ഥാനത്ത് എത്ര കൊടുക്കേണ്ടി വരും, 10,000 കൊടുക്കേണ്ടി വരും. ആ റേഞ്ച് വീണ്ടും കഴിഞ്ഞാൽ വീണ്ടും ഒരു 5,000 കൊടുക്കേണ്ടി വരും, 15,000. അപ്പോൾ മാറുന്നുണ്ടോ ചോദിച്ചാൽ മാറുന്നുണ്ട്. എപ്പോൾ മാറുന്നേ, യൂണിറ്റിനനുസരിച്ചാ അല്ല. ഒരു റേഞ്ച് കഴിഞ്ഞാൽ എന്താവുന്നുള്ളൂ, കോസ്റ്റ് മാറുന്നുള്ളൂ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ സ്വഭാവമുണ്ട്, മാറുന്നത് കൊണ്ട് തന്നെ ഏതിൻ്റെ സ്വഭാവമുണ്ട്, വേരിയബിളിൻ്റെ സ്വഭാവമുണ്ട്. അതാണ് ഏത് സെമി ഫിക്സഡ് അല്ലെങ്കിൽ സ്റ്റെപ്പഡ് കോസ്റ്റ് എന്നൊക്കെ എന്താവുന്നത് പറയുന്നത്. റെഡിയല്ലേ? അപ്പോൾ ഇതാണ് ഏത് സ്റ്റെപ്പഡ് കോസ്റ്റ്. അപ്പോൾ 2 മിക്സഡ് ഉണ്ടല്ലോ. ഏതൊക്കെയുണ്ട്, സെമി വേരിയബിൾ ഉണ്ട്, സെമി ഫിക്സഡ് ഉണ്ട്. സെമി ഫിക്സഡിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറ, സ്റ്റെപ്പഡ് കോസ്റ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, സ്റ്റെപ്പഡ് കോസ്റ്റ്. റെഡിയല്ലേ? നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് ഗ്രാഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. ഗ്രാഫ് ഇത് ഏതിൻ്റെ ഗ്രാഫാണ്, ഫിക്സഡ് കോസ്റ്റിൻ്റെ ഗ്രാഫാണ്. നിങ്ങൾ നോക്കണേ, ഫിക്സഡ് കോസ്റ്റിനെ പൊതുവെ ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുക, ടോട്ടലാണ് റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ. ടോട്ടലാണ് എന്ത് ചെയ്യുക, ഫിക്സഡ് കോസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. പെർ യൂണിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുക മക്കളെ. ഫിക്സഡ് സാലറി എത്ര വരെ, 50,000 എന്നല്ല പറയുക അല്ലേ, അല്ലെങ്കിൽ 1,00,000 എന്നല്ല പറയുക. അല്ലാണ്ട് അതിനെ പെർ യൂണിറ്റ് ആക്കൽ നമ്മളാക്കുന്നതാണ് അല്ലേ. അല്ലാണ്ട് ടോട്ടൽ സാലറി എപ്പോൾ എത്രയോ പറയുക, ഫിക്സഡ് കോസ്റ്റ് എപ്പോൾ ഏതിലാണ് പറയുക, ടോട്ടലാണ് അതെപ്പോൾ എന്ത് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കണേ, ഇവിടെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി ഇങ്ങോട്ട് ഇങ്ങനെ മാറുന്നുണ്ട്, പക്ഷെ ഇവിടെ ആരും മാറുന്നില്ല.
10,000 എന്നുള്ള ടോട്ടൽ കോസ്റ്റ് മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റ് മാറുന്നില്ല. അതാരുടെ സ്വഭാവമാണ്? ഫിക്സഡ് കോസ്റ്റിൻ്റെ സ്വഭാവമാണ്. ആരുടെ സ്വഭാവമാണ്? ഫിക്സഡ് കോസ്റ്റിൻ്റെ. റെഡി. എന്നാൽ അതിനെ 2 ഗ്രാഫായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രാഫാണ്. ഇത് ആക്ടിവിറ്റി കൊടുത്തു, ഒരു ടോട്ടൽ കോസ്റ്റ് കൊടുത്തു. ആക്ടിവിറ്റി എത്ര മാറുന്നുണ്ടെങ്കിൽ പോലും ടോട്ടൽ കോസ്റ്റ് എന്താവുന്നില്ല? മാറുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഗ്രാഫ്. ഏതിൻ്റെ ഗ്രാഫാ? ടോട്ടൽ. ഇപ്പം പറയാൻ പോകുന്നത് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഗ്രാഫാണ്. അങ്ങനെ മനസ്സിലാകാൻ നോക്കണേ. ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ആക്ടിവിറ്റി മാറുന്നതനുസരിച്ച് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് എന്താവുന്നുണ്ട്? മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? ആക്ടിവിറ്റി മാറുന്നതനുസരിച്ചിട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണേ, ആക്ടിവിറ്റി മാറുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് എന്താവുന്നുണ്ട്? മാറുന്നുണ്ട്. നമുക്കറിയാം വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് എന്താവൂല? മാറും. ആക്ടിവിറ്റി മാറുമ്പോൾ ഇല്ല. അപ്പോൾ ആരെ പെർ യൂണിറ്റാണ് മാറുക? ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് ആണ് ആരെ മാറുക? വേരിയബിൾ കോസ്റ്റ് ആക്ടിവിറ്റി മാറുമ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റാണ് മാറുക. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലായി ആക്ടിവിറ്റി മാറുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ആരെ ഗ്രാഫ് ആയിരിക്കും? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ടോട്ടലിൻ്റെ ആയിരിക്കും. ടോട്ടലാണ് ഇപ്പോൾ കണ്ടത്. ടോട്ടൽ എന്താവില്ല? മാറോ? ഇല്ല. ഇവിടെ ആക്ടിവിറ്റി മാറുന്ന സമയത്ത് പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് മാറുന്നുണ്ട്. അത് ആരുടെ മാറൂ? വേരിയബിളിൻ്റെ മാറോ? ഇല്ലേ? ആരുടെ മാറുക? ഫിക്സഡിൻ്റെ. അപ്പോൾ അത് കണ്ടപാട് മനസ്സിലാക്കണം ഏതിൻ്റെ ഗ്രാഫാ? പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഗ്രാഫാണ്. എങ്ങനെ മനസ്സിലായി? അതിൻ്റെ സ്വഭാവം നോക്കിയപ്പോൾ നമുക്ക് എന്തായി? മനസ്സിലായിട്ടുണ്ട്. അതുപോലെ വേരിയബിൾ കോസ്റ്റിനെ നോക്കാം. വേരിയബിൾ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞേ? വേരിയബിൾ കോസ്റ്റ് നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ടോട്ടൽ മാറും, പക്ഷെ ആര് മാറൂല? പെർ യൂണിറ്റ് മാറൂല. അത് നമുക്ക് നോക്കാം. 2 ഗ്രാഫ് ഉണ്ട്, നോക്കാം. എന്താ? ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റ് എന്താവുന്നുണ്ട്? മാറുന്നുണ്ട്. അതാരുടെ സ്വഭാവം? ആക്ടിവിറ്റി മാറുമ്പോൾ ടോട്ടൽ കോസ്റ്റ് മാറുന്നുണ്ട്. റെഡി. അതൊന്ന് നോക്കി. ആക്ടിവിറ്റി കൂടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്താവുകയാണ്? കൂടിയിട്ട് പോവുകയാണ്. അതൊക്കെ ആര് സ്വഭാവം? വേരിയബിൾ കോസ്റ്റിൻ്റെ സ്വഭാവം. ഏത് വേരിയബിൾ കോസ്റ്റിൻ്റെ? പെർ യൂണിറ്റിൻ്റെ ആണോ ടോട്ടലിൻ്റെ ആണോ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. കാരണം നമുക്കറിയാം ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? കൂടുന്നുണ്ടാവുക. ഇതാരുടെ സ്വഭാവം? നോക്കണേ. ആക്ടിവിറ്റി അടിച്ച് മാറുന്നുണ്ട്, പക്ഷേ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് എന്താവുന്നില്ല? മാറുന്നില്ല. അതായത് ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്താവുന്നില്ല? മാറുന്നില്ല. അതാരതാ? അപ്പോൾ ആക്ടിവിറ്റി മാറുമ്പോൾ പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് മാറാണ്ടിരിക്കൽ ആരതാ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ആരതാണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരു ഡയറി മിൽക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഡയറി മിൽക്കിൻ്റെ പൈസ മാറിക്കൊണ്ടിരിക്കുമോ? ഇല്ല. അത് റെലവൻറ്റ് റേഞ്ച് വരെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അടുത്തത് സ്റ്റെപ്പഡ് കോസ്റ്റ് ഗ്രാഫ് നമ്മൾ നോക്കി. അടുത്തതാണ് സെമി വേരിയബിളിൻ്റെ ഗ്രാഫ്. ഏത് ഗ്രാഫാണ്? സെമി വേരിയബിളിൻ്റെ ഗ്രാഫ്. ശ്രദ്ധിക്കണേ, സെമി വേരിയബിളിൻ്റെ ഗ്രാഫ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? മക്കളെ, നമുക്കറിയാം നിങ്ങൾ ഒരു പരിധി വരെ ആദ്യം എന്താണത്? കോൺസ്റ്റൻ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എമൗണ്ട് നമ്മൾ എന്തായാലും ഇൻകർ ചെയ്തേ പറ്റും. ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കോസ്റ്റ് നിങ്ങൾ എന്താക്കിയേ പറ്റൂ? കൊടുത്തേ പറ്റൂ. ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് കൂടുന്നത് എന്താ? ബാക്കി പിന്നെ എന്താ? ആദ്യം ഫിക്സഡും പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ വേരിയബിളാണ്. അപ്പോൾ എന്താ? വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ബാക്കി ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് എന്താവും? കൂടും. അപ്പോൾ ഇത് ടോട്ടൽ സെമി വേരിയബിളിൻ്റെ കോസ്റ്റാണ്. ഇതെന്താ? ഇത് സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ പെർ യൂണിറ്റാണ്. പെർ യൂണിറ്റ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതിൻ്റെ താഴോട്ടേക്ക് പോവോ? എന്തുകൊണ്ട് ഈ ഒരു ലൈൻ ഇവിടെ വെച്ചത്? ഒരു കാരണവശാലും അതിൻ്റെ താഴോട്ടേക്ക് പോകില്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? പറ മകളെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് എന്തായാലും കൊടുക്കണ്ടേ? അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും ഈ ഒരു ലൈനിൻ്റെ താഴോട്ടേക്ക് പോവോ? ഇല്ല. എന്തുകൊണ്ട് പോകാത്തത്? കാരണം എന്തായാലും നിങ്ങൾ ഉപയോഗിച്ചാലും സീറോ ആണെങ്കിൽ പോലും, നിങ്ങളുടെ കൺസംഷൻ സീറോ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ നിർബന്ധമായിട്ട് ഈ എമൗണ്ട് എന്താക്കിയേ പറ്റും? കൊടുത്തേ പറ്റൂ. ഈ എമൗണ്ട് എന്തായാലും കൊടുത്തേ പറ്റും. റെഡിയല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 200 റുപ്പീസാണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഇലക്ട്രിസിറ്റീൻ്റെ മിനിമം ചാർജ് എന്ന് വിചാരിച്ചോ. അത് നിങ്ങൾ സീറോ കൺസംഷൻ ആണെങ്കിൽ 200 എന്ത് ചെയ്യണം? കൊടുക്കണം. 200 സീറോ കൺസംഷൻ ആണെങ്കിൽ 200 കൊടുക്കണം.
200 കൂടുതലപ്പാ അവർ പറഞ്ഞ മിനിമം റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്താകുന്നുണ്ടാവും, കൂടിയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. റെഡി അല്ലേ? അപ്പോൾ ഇതിലും വേരിയബിൾ കോസ്റ്റിന് സ്വഭാവമുണ്ട്, ഫിക്സഡ് കോസ്റ്റിന് സ്വഭാവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്താ സംഭവിക്കുക? ടോട്ടൽ കോസ്റ്റ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ടോട്ടൽ കോസ്റ്റ് എന്താവും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പം? ആ പറയുന്ന ഫിക്സഡ് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞാൽ, ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഏരിയ കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രിസിറ്റി ബില്ലിനെ സംബന്ധിച്ചിടത്തോളം 200 റുപ്പീസ് എന്നുള്ളത് എന്നാ കോൺസ്റ്റന്റ് ആണ്. ഒരു റേഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേ കൊടുക്കേണ്ട ആവശ്യമില്ല, എന്തായാലും അത് കൊടുത്തേ പറ്റും. പക്ഷെ ആ ഒരു റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്താ, നിങ്ങൾ കൺസംഷൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, കോസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതെന്താവും, ടോട്ടൽ കോസ്റ്റ് എന്തായിക്കൊണ്ടേയിരുന്നോളും, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. പെർ യൂണിറ്റ് എന്താവും, മാറിക്കൊണ്ടേയിരിക്കും. ടോട്ടലും മാറും. സെമി വേരിയബിൾ കോസ്റ്റിന് എന്താ പറഞ്ഞേ, പറ. സെമി വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ എന്താവും, വേരി ചെയ്യും. ഒരു റേഞ്ച് കഴിഞ്ഞാൽ വേരി ചെയ്യും. റേഞ്ച് വരെ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പെർ യൂണിറ്റ് എന്തായിരിക്കും, വേരി ചെയ്യും. എന്തുകൊണ്ട് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് അല്ലാത്തത്? നിങ്ങളേക്കും സാറേ, പിന്നെ ആ ഒരു റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിസിറ്റി നമുക്ക് ഓരോ യൂണിറ്റിന് ഓൾറെഡി ഒരു എമൗണ്ട് സെറ്റ് അല്ലേ, ആ യൂണിറ്റ് അല്ലേ കൊടുക്കണ്ടു, എത്രയായാലും ആ യൂണിറ്റ് തന്നെ അല്ലേ? ശരി തന്നെ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നോക്കണേ 50 യൂണിറ്റിനാണ് മിനിമം ചാർജ് കീപ്പ് ചെയ്യുന്നതായിരിക്കും. 50 യൂണിറ്റിനാണ് മിനിമം ചാർജ്. എത്ര യൂണിറ്റ്? 50 യൂണിറ്റ്. എത്ര പൈസയാണെന്ന് വിചാരിച്ചോ? തൽക്കാലത്തേക്ക് 200 RS ആണെന്ന് വിചാരിക്കും. റെഡി. അപ്പോൾ നിങ്ങൾ 0 കൺസംഷൻ ആണെങ്കിലും നിങ്ങൾ എത്ര ടോട്ടൽ കൊടുക്കണം? 200. നിങ്ങൾ 50 യൂണിറ്റ് ചെയ്താൽ എത്ര കൊടുക്കണം? 200 കൊടുക്കണം. സംശയം ഉണ്ടോ? ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പം ഒരു യൂണിറ്റിന് എത്ര കൺസംഷൻ വരുന്നത്? ഡിവൈഡഡ് ബൈ 50. ഒരു യൂണിറ്റിന് എത്ര വെച്ച് വരുന്നുണ്ട്? 4 വെച്ചിട്ടാണ് നിലവിലെ സിറ്റുവേഷൻ. ഇനി അവർ പറയുന്നുണ്ട്, നിങ്ങൾ 50 യൂണിറ്റ് മിനിമം യൂസ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് 5 റുപ്പീസ് വെച്ച് കൊടുക്കണം. എത്ര വെച്ച് കൊടുക്കണം? 50 കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ ഒരു യൂണിറ്റിന് എത്ര വെച്ച് കൊടുക്കേണ്ടി വരും? 5 വെച്ച് കൊടുക്കേണ്ടി വരും. അതിന് ശേഷമുള്ള ഓരോ യൂണിറ്റിനും എന്താ എടുക്കേണ്ടി വരും? 5 വെച്ച് കൊടുക്കേണ്ടി വരും. നിങ്ങളേക്കും സാർ ഇപ്പോൾ ഇത് ഫുൾ 5 തന്നെയല്ലേ അതിന് ശേഷം കൊടുക്കേണ്ടത്? പിന്നെന്താ സാറ് പറഞ്ഞത്, പെർ യൂണിറ്റ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഇപ്പം എത്രയാണ് വേരിയബിൾ കോസ്റ്റ് വന്നേ? 4 അല്ലേ? ഇനി എത്ര വരാൻ പോകുന്നത്? 5 അല്ലേ? റെഡി അല്ലേ? 5 അല്ലേ? ശ്രദ്ധിച്ചോ നിങ്ങൾ ഉപയോഗിച്ചത് 100 യൂണിറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തത് 80 യൂണിറ്റാണ്. എത്ര ഉപയോഗിച്ചു? 80 യൂണിറ്റ് ഉപയോഗിച്ചാൽ മിനിമം ചാർജ് എത്രയാ? 50. അതിന് നിർബന്ധമായിട്ട് എത്ര കൊടുത്തേ പറ്റൂ? 200 കൊടുത്താൽ പറ്റും. പ്ലസ് എന്താ പറഞ്ഞേ? നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ മിനിമം യൂണിറ്റ് കഴിഞ്ഞാൽ എത്ര എക്സ്ട്രാ ഉപയോഗിച്ചു? 50 കഴിഞ്ഞിട്ട് എക്സ്ട്രാ നിങ്ങൾ എത്ര ഉപയോഗിച്ചു? 30 യൂണിറ്റ് ഉപയോഗിച്ചു. അതിന് ഓരോ യൂണിറ്റിന് എത്ര വെച്ച് കൊടുക്കേണ്ടി വരും? 5 വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ എത്ര ബില്ല് വരാം? പറ. ടോട്ടൽ എത്ര ബില്ല് വരും? 350 ബില്ല് വരും. എത്ര ബില്ല് വരിക? 350. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര വരിക? 350 ആണ് ടോട്ടൽ ബില്ല്. നിങ്ങൾ ടോട്ടൽ എത്ര യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്? 80 യൂണിറ്റ്. അപ്പോൾ ഒന്നിന് എത്ര ചാർജ് വരുന്നത്? 4.375. ഇൻ കേസ് നിങ്ങൾ 150 യൂണിറ്റ് ഉപയോഗിച്ചു, അതിൽ നമുക്കറിയാം 50 യൂണിറ്റ് വരെ എന്താ 200 റുപ്യാണ്. അതിൽ വില സീനൊന്നുമില്ല. പക്ഷേ 50 യൂണിറ്റ് ശേഷം നിങ്ങൾ എക്സ്ട്രാ എത്ര ഉപയോഗിച്ചിട്ടുണ്ട്? എക്സ്ട്രാ 100 യൂണിറ്റ് ഉപയോഗിച്ചില്ലേ? ടോട്ടൽ 150. അതിൽ 50 ഏതിൽ പെട്ടതാ? മിനിമത്തിൽ. പിന്നെ അതിന് ശേഷം എക്സ്ട്രാ നിങ്ങൾ എത്ര ഉപയോഗിച്ചു? 100 യൂണിറ്റ്. എക്സ്ട്രാ ഉപയോഗിക്കുന്ന യൂണിറ്റിന് എത്ര വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 5 വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ എത്ര കോസ്റ്റ് വരും? 700 വരൂലേ? എത്ര വരും? 150 യൂണിറ്റ് ഉപയോഗിച്ച സമയത്ത് എത്ര കോസ്റ്റ് വന്നു? 700 വന്നു. അപ്പോൾ എത്രയായിരിക്കും ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ്? 4.66. നിങ്ങൾ നോക്കിയാൽ 4, 4.3, 4.66. അപ്പോൾ ഒരു പെർ യൂണിറ്റും മാറുന്നുണ്ട്. ടോട്ടൽ 200, 350, 700. ഒരു റേഞ്ച് കഴിഞ്ഞാൽ ഏത് മാറുന്നുണ്ട്? ടോട്ടൽ മാറുന്നുണ്ട്. അപ്പോൾ സെമി വേരിയബിളിൻ്റെ അവസ്ഥ എന്നാ പറ. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെമി വേരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യും? വേരി ചെയ്യും. അതുപോലെ തന്നെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? പെർ യൂണിറ്റ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? വേരി ചെയ്യും. അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്നാൽ ടോട്ടൽ സെമി വേരിയബിൾ കോസ്റ്റും വേരി ചെയ്യും എപ്പം? ഒരു റേഞ്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പെർ യൂണിറ്റ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. റെഡിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. റെഡിയല്ലേ? അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബൈ കൺട്രോളബിലിറ്റി. കൺട്രോളബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ 2 രൂപത്തിലേക്ക് എന്താവുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് കൺട്രോളബിൾ കോസ്റ്റും മറ്റേത്
അൺകൺട്രോളബിൾ കോസ്റ്റാ. പറ മക്കളെ, എന്തായിരിക്കും കൺട്രോളബിൾ കോസ്റ്റും അൺകൺട്രോളബിൾ കോസ്റ്റും? പറഞ്ഞേ, എന്തായിരിക്കും സാധനം? പറ. കൺട്രോളബിൾ കോസ്റ്റ് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ്. അൺകൺട്രോളബിളോ? കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ഈ കൺട്രോളബിൾ കോസ്റ്റ്? അതൊരു കോസ്റ്റാണ്. എങ്ങനെയുള്ള കോസ്റ്റ്? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കാണോ അതിൻ്റെ മാനേജേഴ്സ് കാര്യങ്ങൾ, അതിൻ്റെ അതോറിറ്റി ആരാണോ അവർക്ക് ആ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും, കഴിയും. ഫോർ എക്സാമ്പിൾ, ഒരു ബ്രാഞ്ച് മാനേജർ, ഒരു ബ്രാഞ്ചിൻ്റെ മാനേജർ, അയാൾ ആ ബ്രാഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഒരുപാട് കോസ്റ്റുകൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം, അവിടെ നമ്മളൊരു എംപ്ലോയീസിനെ ഹയർ ചെയ്യാണ്. അവരെ സാലറി കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന സമയത്തൊക്കെ അതിൽ ഏറ്റവും സുപ്രധാന റോൾ വഹിക്കുന്നത് നമുക്കറിയാം ബ്രാഞ്ച് മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഏത്? ആ കോസ്റ്റുകളൊക്കെ. ലൈക്ക് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയീസ് എന്ത് ചെയ്താൽ മതി? ഹയർ ചെയ്താൽ മതി. അതൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനാവശ്യമായിട്ടുള്ള കോസ്റ്റുകളോ ചിലവുകളോ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. റെഡി. പക്ഷേ അവർ ആ ബ്രാഞ്ച് നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് അത് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ആ മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് അയാളെ പരിധിയിൽ നിൽക്കുന്ന എന്തല്ല, അയാൾക്ക് ഇൻഫ്ലുവൻസുള്ള കോസ്റ്റ് അല്ല അത്. റെഡി. ആ ഒരു ലൊക്കേഷൻ നിർണ്ണയിക്കുന്നതൊക്കെ ബ്രാഞ്ച് മാനേജർ ആയിരിക്കില്ല. നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റുകൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അങ്ങനെ ഒരു ലൊക്കേഷനിൽ ബിൽഡിംഗ് വേണം, അവിടെ ബിസിനസ് നിർണ്ണയിക്കണം, ബിസിനസ് സ്ഥാപനം നടത്തണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അതിൻ്റെ റെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് മാനേജർക്ക് ഇൻഫ്ലുവൻസ് ഉള്ള കോസ്റ്റ് അല്ല. അത് അയാൾക്ക് എന്ത് ചെയ്യാനും പറ്റൂല? കൺട്രോൾ ചെയ്യാനും പറ്റൂല. അപ്പോൾ ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ അയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണെങ്കിൽ അതിന് നമ്മൾ കൺട്രോളബിൾ കോസ്റ്റ് എന്ന് വിളിക്കും. അയാൾക്ക് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത, അയാൾക്ക് അതിന് മുകളിൽ യാതൊരു ആക്ഷനും എടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് വിളിക്കും. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു മാനേജർ പിടിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ, ജഡ്ജ് ചെയ്യുമല്ലോ അല്ലേ, അവരുടെ പെർഫോമൻസ് നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് ഈ വർഷത്തേക്ക് കോസ്റ്റ് കൂടിയിട്ടുണ്ട്. കൂടാനുള്ള കാരണം അവിടുത്തെ എംപ്ലോയീസിനെ അനാവശ്യമായിട്ട് എടുത്തു, വേറെ പുറത്തുനിന്ന് മെറ്റീരിയൽ മാറ്റി വാങ്ങി, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കോസ്റ്റ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ കൂടിയ കോസ്റ്റിനെ കുറിച്ച് നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റും? ബ്രാഞ്ച് മാനേജറോട് ചോദിക്കാൻ പറ്റൂലേ? എന്തുകൊണ്ടാണ്? അത് അയാൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ അയാളെ പരിധിയിൽ വരുന്ന, അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ കോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അയാളത് പ്രോപ്പർലി കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ് എന്തായിട്ടുള്ളത് അങ്ങനെ ഒരു കോസ്റ്റ് അനാവശ്യമായിട്ട് കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ കൊണ്ട് ജഡ്ജ് ചെയ്യാം. പക്ഷേ അൺകൺട്രോളബിൾ കോസ്റ്റ്, അതായത് നമ്മൾ ആ കോസ്റ്റ് കൂടാനുള്ള കാരണം നമ്മളെ ലാൻഡ് ലോഡ് കൂടിയതാ? റെൻറ്റ് കൂട്ടിയത് കാരണം കഴിഞ്ഞ വർഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ കോസ്റ്റ് എന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അതിനെ പിടിച്ചിട്ട് ബ്രാഞ്ച് മാനേജർ കുത്തിന് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് അയാളെ പരിധിയിൽ വരുന്നതല്ല, അയാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റും അല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അയാളോട് ചോദ്യം ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ ഒരു മാനേജറോട് ഏത് വിഷയത്തെക്കുറിച്ച് മാത്രമേ ചോദിക്കാൻ പറ്റൂ? അയാൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ള, അയാൾക്ക് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ പറ്റിയ കോസ്റ്റിനെ കുറിച്ച് മാത്രമേ അയാളോട് ചോദിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വേറൊരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചാൽ അത് നമുക്ക് എപ്പോഴും ഒരു ഡിമോട്ടിവേഷൻ ആയിരിക്കും അല്ലേ. നമ്മളെ പരിധിയിൽ പെടാത്ത കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചീത്ത പറഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും എന്തായിരിക്കും? ഡിമോട്ടിവേഷൻ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. റെഡിയല്ലേ? അതേപോലത്തെ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബൈ നോർമാലിറ്റി. ക്ലാസിഫിക്കേഷൻ അണ്ടർ നോർമാലിറ്റിയിൽ രണ്ടായി കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് നോർമൽ കോസ്റ്റും ഒന്ന് അബ്നോർമൽ കോസ്റ്റും. എന്താ നോർമൽ കോസ്റ്റ്? നോർമലായിട്ട് വരുന്ന കോസ്റ്റ് നോർമൽ കോസ്റ്റ്. അപ്പോൾ അബ്നോർമലായിട്ട് വരുന്ന കോസ്റ്റ് അബ്നോർമൽ. അങ്ങനെയാണോ? അല്ല, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നോർമൽ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾവേസ് അല്ലെങ്കിൽ നോർമലി നമ്മളല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ്. അതായത് ഇപ്പം സാധനം വാങ്ങുക, മെറ്റീരിയൽ വാങ്ങുക, സാലറി കൊടുക്കുക, ഇതൊക്കെ നോർമലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കമ്പനിയിൽ ഈ ഒരു വർഷം വരാൻ പോകുന്ന കോസ്റ്റ് നമ്മൾ ഓൾറെഡി എന്തായിട്ടുണ്ട്? എക്സ്പെക്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ മുൻകൂട്ടി കോസ്റ്റുകൾ എന്ത് ചെയ്യും? എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് കോസ്റ്റുകൾ. നമ്മൾ എന്തായിട്ടുണ്ട്? കുറച്ച് മെറ്റീരിയൽ ഇത്ര പൈസ ചിലവാകും, പിന്നെ സാലറി ഇത്ര കൊടുക്കേണ്ടി വരും. നമ്മൾ നോർമലായിട്ട് വരുന്ന കോസ്റ്റ് അതാണ് ഏത്? നോർമൽ കോസ്റ്റ്. എന്താ അബ്നോർമൽ കോസ്റ്റ്? അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിച്ച പരിധിയിൽ നിന്ന് കോസ്റ്റ് എന്താവുക? നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലേക്ക് എന്ത് വരും? ഒരു കോസ്റ്റ് വരും. അതായത് നിങ്ങൾ ഒരു ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് ഇത്രത്തോളം കോസ്റ്റ് വരാനാ ചാൻസ് നിങ്ങൾ എന്തായിട്ടുണ്ട്? വിചാരിച്ചിട്ടുണ്ട്. അത് നോർമൽ കോസ്റ്റാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കോസ്റ്റ് മാറുന്നുണ്ടെങ്കിൽ അത് അബ്നോർമലാണ്. ഫോർ എക്സാമ്പിൾ,
എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വലിയ ഇൻവെൻട്രീസ് എന്തായി കത്തി, വലിയ ഇൻവെൻട്രി കത്തി. അപ്പോൾ അതിന് എന്തുണ്ട്, നമുക്കൊരു കോസ്റ്റ് വന്നില്ലേ, വന്നു. അതെന്ത് കോസ്റ്റാണ്? നിങ്ങൾ വിചാരിച്ചതാ, അത് അബ്നോർമലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വിചാരിച്ച മെറ്റീരിയലിൻ്റെ പ്രൈസിൽ വലിയ ഫ്ലക്ച്വേഷൻ വന്നു. നിങ്ങൾ വാങ്ങാൻ പോകുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ പ്രൈസിൽ വലിയൊരു ഫ്ലക്ച്വേഷൻ വന്നു, മാർക്കറ്റ് കണ്ടീഷൻ മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാറ്റോ. അപ്പോൾ അവിടെയും എന്ത് വന്നിട്ടുണ്ട്, അബ്നോർമൽ കോസ്റ്റ്. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ പ്രൈസ് മാറുന്നുള്ളത്. അപ്പോൾ നോർമാലിറ്റി പ്രകാരം 2 രീതിയിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഒന്ന് നോർമലും ഒന്ന് അബ്നോർമലും. എന്താ നോർമൽ? നോർമൽ എന്താ? നിങ്ങൾ വിചാരിച്ച, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത നോർമലായിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് ഏത്? നോർമൽ കോസ്റ്റ്. നിങ്ങൾ വിചാരിക്കാണ്ട് നിങ്ങൾ നോർമലി വരാത്തൊരു കോസ്റ്റാണ് ഏത്? അബ്നോർമൽ കോസ്റ്റ്. നിങ്ങൾ എക്സ്പെക്റ്റേഷൻ്റെ പുറത്ത് വരുന്ന, നിങ്ങൾ വിചാരിച്ചതിൻ്റെ പുറത്ത് വരുന്ന കോസ്റ്റാണ് ഏത്? അബ്നോർമൽ കോസ്റ്റ്. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ ഓൾമോസ്റ്റ് ഭാഗങ്ങൾ എന്തായിട്ടുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വരുന്ന സെക്ഷൻസിൽ നമുക്കിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അപ്പം നമുക്ക് ഇന്നത്തേക്കുള്ള സെക്ഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.